നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. വീടിന്റെ മച്ചിലെ രഹസ്യ അറയിൽ ഒളിച്ചിരുന്ന വധശ്രമക്കേസ് പ്രതിയെ തൃത്താല പോലീസ് അതിസാഹസികമായി പിടികൂടി. കപ്പൂർ കാഞ്ഞിരത്താണി സ്വദേശിയായ റാഫി എന്ന സുൽത്താൻ റാഫിയെയാണ് തൃത്താല പോലീസ് പിടികൂടിയത്. ഓഗസ്റ്റ് മാസം 4-ന് തൃത്താല ഞാങ്ങാട്ടിരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. 4 പേർ ചേർന്ന് സുൽത്താൻ റാഫിയുടെ സുഹൃത്തിനെ കളിയാക്കുകയും ഇതിൽ പ്രകോപിതനായ റാഫിയും സുഹൃത്തുക്കളും ഈ 4 പേരെയും കാഞ്ഞിരത്താണിയിലേക്ക് വിളിച്ചുവരുത്തി ക്രൂരമായി മർദ്ദിക്കുകയും ആയുധം കൊണ്ട് പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ പോലീസ് റാഫിക്കെതിരെ കേസെടുത്തെങ്കിലും ഇയാളെ കണ്ടെത്താനായിരുന്നില്ല. പോലീസിനെ വെട്ടിച്ച് ഒളിവ് ജീവിതം നയിക്കുന്നതിനിടെ റാഫി കാഞ്ഞിരത്താണിയിലെ വസതിയിലുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചതോടെ പോലീസ് ഇയാളുടെ വീട്ടിലെത്തി തെരച്ചിൽ നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് വീടിന്റെ അടുക്കളയിൽ അലമാരയുടെ പുറകുവശത്തായി ഒരു വാതിലും അതുമായി ബന്ധപ്പെട്ട രഹസ്യ അറയും പോലീസ് കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസ് സാഹസികമായി ഈ രഹസ്യ അറയിൽ കടക്കുകയും ഇതിനകത്ത് ഒളിച്ചു താമസിക്കുകയായിരുന്ന റാഫിയെ പിടികൂടുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ ഇയാളെ പോലീസ് പിടികൂടുന്നത്. പ്രതിക്കെതിരെ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ 3 കേസുകളും തൃത്താല, ചങ്ങരംകുളം എന്നീ സ്റ്റേഷനുകളിൽ ഓരോ കേസുകളും നിലവിലുണ്ട്. പിടിയിലായ റാഫിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഷൊർണൂർ DYSP ക്രൈം സ്ക്വാഡ് അംഗങ്ങൾ, തൃത്താല CI മനോജ് K. ഗോപി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. എടക്കഴിയൂരിൽ സാധനങ്ങൾ വാങ്ങാനെന്ന വ്യാജേന കടയിലെത്തി 33,000 രൂപ കവർന്നു. എടക്കഴിയൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപം പോത്തേഴത്ത് ഷിജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള പലചരക്ക് കടയിലാണ് മോഷണം നടന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് ബൈക്കിലെത്തിയ യുവാവ് ആദ്യം കവർ ആവശ്യപ്പെടുകയും പിന്നീട് ചില്ലറ ആവശ്യപ്പെട്ട് കടയുടെ ഉള്ളിൽ കയറുകയും പണം മോഷ്ടിക്കുകയുമായിരുന്നു. ഈ സമയം കടയിൽ ജീവനക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പണം നഷ്ടപ്പെട്ടതായി മനസ്സിലാവുകയും തൊട്ടടുത്ത അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ CCTV പരിശോധിക്കുകയുമായിരുന്നു. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് ചാവക്കാട് പോലീസിൽ പരാതി നൽകി. ആരോഗ്യവകുപ്പും ഒരുമനിയൂർ പഞ്ചായത്തും സംയുക്തമായി വ്യാപാര ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഹോട്ടൽ അടപ്പിച്ചു. തങ്ങൾപടിയിലെ ഹോട്ടൽ തങ്ങൾസ് രുചിക്കൂട്ടാണ് താൽക്കാലികമായി അടപ്പിച്ചത്. മലിനജലം പുറത്തേക്കൊഴുക്കിയതും ഹെൽത്ത് കാർഡ് ഇല്ലാത്തതും കുടിവെള്ള പരിശോധന നടത്താതിരുന്നതും ലൈസൻസ് ഇല്ലാതിരുന്നതും മുന്നറിയിപ്പുകൾ അവഗണിച്ചതിനുമാണ് ഹോട്ടൽ അടപ്പിച്ചത്. വിവിധ നിയമലംഘനങ്ങൾ നടത്തിയ 10 സ്ഥാപനങ്ങൾക്കെതിരെ നോട്ടീസ് നൽകി. 7 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും പരിശോധന നടത്തി. വേണ്ട മുൻകരുതലുകൾ ഇല്ലാതെ തൊഴിലാളികളെ പാർപ്പിച്ചതിന് കെട്ടിട ഉടമയ്ക്കെതിരെയും പിഴ ചുമത്തി. പരിശോധനയ്ക്ക് ഒരുമനിയൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് PM വിദ്യാസാഗർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ HJ സുഷിജ, പഞ്ചായത്ത് ക്ലർക്ക് K. രാജേഷ്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അരുൺ വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് വിദ്യാർത്ഥികൾ റോബോട്ടിക്സ് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച പുതുമയുള്ള സൃഷ്ടികൾ ശ്രദ്ധേയമാകുന്നു. സംസ്ഥാന സർക്കാരിന്റെ റോബോട്ടിക് കിറ്റ് പ്രോഗ്രാമിലൂടെ ലഭ്യമായ സാമഗ്രികൾ ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികൾ പുതിയ സൃഷ്ടികൾ തയ്യാറാക്കിയത്. സ്വാതന്ത്ര്യദിനത്തിൽ ദേശഭക്തി ഗാനത്തിന്റെ താളത്തിനനുസരിച്ച് ചലിക്കുന്ന പതാകയാണ് ഇതിനകം വൈറലായി മാറിയത്. 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഇവ സ്കൂളിൽ പ്രദർശിപ്പിച്ചത് കയ്യടി നേടി. ഇതിന്റെ ദൃശ്യങ്ങൾ കൈറ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ K. അൻവർ സാദത്ത് ഫേസ്ബുക്ക് വഴി പോസ്റ്റ് ചെയ്തതോടെ നിരവധി പേരാണ് കുട്ടികളുടെ സൃഷ്ടിയെ പ്രശംസിക്കുന്നത്. മാലിന്യ സംസ്കരണത്തിനായി കഴിഞ്ഞ മാസം അൾട്രാസോണിക് സെൻസർ ഉപയോഗിച്ച് നിർമ്മിച്ച സ്മാർട്ട് വേസ്റ്റ് ബിന്നും പുതുമയായി. കൈ അടുത്തെത്തുമ്പോൾ സ്വയം തുറന്ന് മാലിന്യം സ്വീകരിക്കുന്ന രീതിയിലാണ് ഇവ നിർമ്മിച്ചത്. ഇവയുടെ പ്രവർത്തന മാതൃകയും ശ്രദ്ധേയമായി. ഹരിതമിഷന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതികൾക്ക് മാതൃകയാക്കുവാൻ കുട്ടികൾ നിർമ്മിച്ച സ്മാർട്ട് ബിന്നുകൾക്ക് കഴിയും. ലിറ്റിൽ കൈറ്റ്സ് അധ്യാപകരായ സന്തോഷ്, സ്മിത എന്നിവർ നൽകിയ മാർഗനിർദ്ദേശവും പ്രോത്സാഹനവും ഈ വിജയങ്ങൾക്ക് വലിയ പിന്തുണയായി. 2018-19 വർഷം പാലക്കാട് ജില്ലയിൽ മികച്ച 2ാമത്തെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിനുള്ള പുരസ്കാരം നേടിയ സ്കൂൾ റോബോട്ടിക്സ് വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾക്ക് മികച്ച പ്രോത്സാഹനമാണ് നൽകുന്നത്. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് സംസ്കൃതത്തിൽ PhD നേടിയ ഡോക്ടർ കീർത്തി മേരി ഫ്രാൻസിസിനെ വേലൂർ ചിന്താവേദി വായനശാല ആദരിച്ചു. കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ
ഡോക്ടർ ധർമ്മരാജ് അടാട്ട് ഉദ്ഘാടനം ചെയ്തു. ചിന്താവേദി ചെയർമാൻ ഡോക്ടർ CF ജോൺ ജോഫി അധ്യക്ഷനായി. ഗുരുവായൂർ LF കോളേജ് സംസ്കൃതം ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ജസ്റ്റിൻ ജോർജ് മുഖ്യാതിഥിയായി. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി, ചിന്താവേദി സെക്രട്ടറി PR അനന്തകൃഷ്ണൻ, ട്രഷറർ TK സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു. ചിന്താവേദി വായനശാല സ്ഥാപക അംഗവും പൊതുപ്രവർത്തകനുമായ AV ഫ്രാൻസിസിന്റെയും അന്തരിച്ച ജസീന്തയുടെയും മകളാണ് ഡോക്ടർ കീർത്തി മേരി ഫ്രാൻസിസ്. തിരുവിതാംകൂർ ഇന്ത്യയുടെ ഭാഗമായി നിൽക്കാൻ തൊഴിലാളി വർഗം പോരടിക്കുമ്പോൾ സ്വതന്ത്ര തിരുവിതാംകൂറിന് അഭിവാദ്യങ്ങൾ നേർന്ന് സർ CPക്ക് കത്തയച്ചവരാണ് സംഘപരിവാർ എന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം പുത്തലത്ത് ദിനേശൻ. ഗുരുവായൂർ കൃഷ്ണപിള്ള സ്ക്വയറിൽ നടന്ന കൃഷ്ണപിള്ള ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പുത്തലത്ത് ദിനേശൻ. CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, ഏരിയ സെക്രട്ടറി TT ശിവദാസ്, NK അക്ബർ MLA, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, പുന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, പുന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ തുടങ്ങിയവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രകടനമായാണ് പ്രവർത്തകർ അനുസ്മരണ ചടങ്ങിനെത്തിയത്. കാട്ടകമ്പാൽ പള്ളിക്ക് മുന്നിലുൾപ്പെടെ വിവിധയിടങ്ങളിലെ കാനകൾ സ്ലാബ് നിരത്തി മൂടി അപകടം ഒഴിവാക്കണമെന്നും കാട്ടകമ്പാൽ ചിറക്കൽ റോഡിലെ പലയിടത്തും അനുഭവപ്പെടുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും കേരള കോൺഗ്രസ് കാട്ടകമ്പാൽ മണ്ഡലം കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. പൂരത്തിനോടനുബന്ധിച്ചു നടത്തിയ തട്ടിക്കൂട്ട് ടാറിംഗ് പലയിടത്തും ഇളകി വലിയ കുഴികൾ രൂപപ്പെട്ടതായും വെള്ളക്കെട്ട് മൂലം കാൽനട യാത്രക്കാർക്കുൾപ്പെടെ ബുദ്ധിമുട്ടുണ്ടാകുന്നതായും യോഗം ചൂണ്ടിക്കാട്ടി. കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം ജോർജ് കൊള്ളന്നൂർ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വിൽസൺ ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. KTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് പുലിക്കോടൻ, നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു പാപ്പച്ചൻ, മോൺസി ചെറുവത്തൂർ, രാജൻ പഴുന്നാൻ, ബെൻസൺ ബാബു, കുഞ്ഞൻ പെരുന്തുരുത്തി എന്നിവർ സംസാരിച്ചു. സുമനസുകളുടെ മാതൃകാ പ്രവർത്തനം. 14 സെന്റ് ഭൂമി ദാനമായി നൽകിയതോടെ വഴിമുട്ടിയ കുടുംബങ്ങൾക്ക് ഗതാഗത സൗകര്യമായി. കടപ്പുറം പഞ്ചായത്തിലെ 6-ാം വാർഡ് ചേറ്റുവപ്പാടം പ്രദേശത്ത് 14 സെന്റ് ഭൂമി വഴിക്കായി വിട്ടു നൽകിയപ്പോൾ റോഡ് സൗകര്യം സാധ്യമായതിന്റെ ആശ്വാസത്തിലും ആഹ്ലാദത്തിലുമാണ് പ്രദേശവാസികൾ. കടപ്പുറം പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് PK മൊയ്തുണ്ണി ഹാജിയുടെ മക്കളായ സുൽഫിക്കർ ഹാജി, ഷെരീഫ്, നൂർജഹാൻ, ഷിഹാബുദ്ദീൻ എന്നിവർ 12 സെന്റും കുറുപ്പത്ത് കായൽ ബക്കർ 2 സെന്റും സംയുക്തമായി ചേർന്ന് 14 സെന്റ് ഭൂമി ദാനമായി നൽകിയപ്പോഴാണ് നിരവധി വീടുകൾക്ക് 10 അടി വീതിയിൽ റോഡ് യാഥാർത്ഥ്യമാകുന്നത്. നിലവിൽ ഭൂമി നൽകിയവർക്ക് ഇവരുടെ സ്ഥലങ്ങളിലേക്ക് ഗതാഗത സൗകര്യം ഉള്ളപ്പോഴാണ് ഈ സത്പ്രവൃത്തി ശ്രദ്ധേയമാകുന്നത്. ഭൂമിയുടെ രേഖകൾ കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റിനെ MA സുൽഫിക്കർ ഹാജി, ഷിഹാൽ അണ്ടിപ്പാട്ടിൽ എന്നിവർ ചേർന്ന് കൈമാറി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി നേതൃത്വം നൽകി. പഞ്ചായത്ത് അംഗം സുനിത പ്രസാദ്, വർക്കിംഗ് ഗ്രൂപ്പ് അംഗം ചേലോട്ടുങ്ങൽ ഷറഫു, PV ഹൈദരലി, ഖത്തർ KMCC അംഗം LV ത്വൽഹത്ത്, റോഡ് നിർമ്മാണ സമിതി അംഗങ്ങളായ PV അബൂബക്കർ, കാസിം മേനോത്ത്, നാസർ PV, വിഷ്ണു KR എന്നിവർ പങ്കെടുത്തു. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കുന്നംകുളം ബ്രാഞ്ച് വാർഷിക സമ്മേളനം നടത്തി. ചാലിശ്ശേരി സെന്റ് ലൂക്സ് CSI പള്ളിയിൽ നടന്ന സമ്മേളനം ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ കേരള ഓക്സിലറി സെക്രട്ടറി ഫാദർ ആന്റണി കോടത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് തിരുവചന സന്ദേശം നൽകി. CSI പള്ളി വികാരി ഫാദർ KC ജോൺ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സൊസൈറ്റിയുടെ കുന്നംകുളം ബ്രാഞ്ച് സെക്രട്ടറി ജോസ് ഫ്രാൻസിസ് വാർഷിക റിപ്പോർട്ടും ഡോക്ടർ ലോഫ്സൺ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. സൊസൈറ്റി നടത്തിയ ബൈബിൾ ക്വിസ് മത്സരത്തിൽ വിജയിച്ചവർക്ക് സമ്മാന വിതരണം നടത്തി. സമ്മേളനത്തിൽ ബൈബിൾ പ്രദർശനവും വിപണനവും ഉണ്ടായിരുന്നു. സൊസൈറ്റി മാർക്കറ്റിംഗ് ഓഫീസർ എൽസൺ പോൾ, ചാലിശ്ശേരി മാർത്തോമ പള്ളി വികാരി ഫാദർ സുനു കോശി, കുന്നംകുളം ബ്രാഞ്ച് ട്രഷറർ ഡോക്ടർ KC ലോഫ്സൺ, CV സാബു എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂരിന്റെ നന്മയ്ക്കും പുരോഗതിക്കും രാഷ്ട്രീയ മാറ്റം അനിവാര്യമായിരിക്കുകയാണെന്ന് നടൻ ശിവജി ഗുരുവായൂർ പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താൻ ആം ആദ്മി പാർട്ടി മുനിസിപ്പൽ കമ്മിറ്റി തയ്യാറാക്കിയ അഭിപ്രായ സർവേ QR കോഡ് സമർപ്പണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ വലിയ രാഷ്ട്രീയ പാരമ്പര്യ പാർട്ടികളുടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം അവരുടെ പ്രവർത്തനങ്ങളിലും പദ്ധതി നിർവഹിക്കുന്നതിലും കാണാൻ കഴിയുമെന്നും ഇതിന് മാറ്റം വരുത്താൻ ആം ആദ്മി പാർട്ടി മുന്നോട്ടിറങ്ങണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 81ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ചിറക്കൽ സെന്ററിൽ സദ്ഭാവന ദിവസ് നടത്തി. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആധുനികതയിലേക്ക് നയിച്ചും പഞ്ചായത്ത് രാജ് സംവിധാനം കൊണ്ടുവന്നും സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ ഭരണാധികാരിയായിരുന്നു രാജീവ് ഗാന്ധിയെന്ന് ജയശങ്കർ പറഞ്ഞു.
കാട്ടകമ്പൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം അലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ MA അബ്ദുൾ റഷീദ്, NM റഫീഖ്, ബിജു സി ജോബ്, NK അബ്ദുൾ മജീദ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അതിയാരത്ത്, KSU ജില്ലാ സെക്രട്ടറി റാഷിദ് പെരുന്തുരുത്തി എന്നിവർ സംസാരിച്ചു. തുടർന്ന് നേതാക്കളും പ്രവർത്തകരും രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. ലോക ഫോട്ടോഗ്രാഫി ദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ LF കോളേജിലെ മൾട്ടിമീഡിയ ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ J. ബിൻസി ഉദ്ഘാടനം ചെയ്തു. മൾട്ടിമീഡിയ വിഭാഗം വിദ്യാർത്ഥിനികളെടുത്ത ഫോട്ടോകളാണ് പ്രദർശനത്തിൽ ഉള്ളത്. ദിനാചരണത്തിന്റെ ഭാഗമായി ശ്രദ്ധേയരായ വ്യക്തികളുടെ പ്രഭാഷണങ്ങൾ, ഫോട്ടോ മെമ്മറി ഷെയറിംഗ്, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി തുടങ്ങിയവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫോട്ടോ പ്രദർശനം വ്യാഴാഴ്ച സമാപിക്കും. പൊതുജനങ്ങൾക്കും പ്രദർശനം കാണാൻ അവസരമുണ്ടെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. മാക്സികൾ തയ്ക്കുന്ന തിരക്കിലാണ് മരത്തംകോട് സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ. വൃദ്ധസദനത്തിലെ മുത്തശ്ശിമാർക്ക് ഓണക്കോടിയായി നൽകുവാനാണ് ഇവർ മാക്സികൾ തയ്ക്കുന്നത്. സ്കൂളിലെ NSS വോളണ്ടിയർമാരും സൂചി നൂലും എന്ന പേരിലുള്ള തയ്യൽ യൂണിറ്റിലെ അംഗങ്ങളുമായ ഹംദ, റോമിത്, ലിയ, നിവേദ്യ കൃഷ്ണ, മിസ്ന എന്നിവരാണ് മാക്സികൾ തയ്ക്കുന്നത്. ചിറമനേങ്ങാട് കനിവ് വൃദ്ധസദനത്തിലെ 20 മുത്തശ്ശിമാർക്കാണ് ഇവർ ഓണക്കോടിയായി മാക്സികൾ സമ്മാനിക്കുന്നത്. വൃദ്ധസദനത്തിൽ ചെന്ന് അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയാണ് വിദ്യാർത്ഥികൾ മാക്സികൾ ഒരുക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് മാക്സി തയ്ക്കുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെയ്തത് ശിശുദിനത്തിന്റെ അന്ന് അംഗനവാടിയിലെ കുട്ടികൾക്ക് ജുബ്ബ തയ്ച്ചു കൊടുത്തിരുന്നു. അത് കണ്ടപ്പോൾ എല്ലാവരും നല്ലൊരു അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഈ വർഷം വിനീത മിസ് ഇതുപോലെ ഒരു ആശയം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ ലാബ് അസിസ്റ്റന്റ് ലിജി ചേച്ചി തുണിയൊക്കെ വെട്ടിത്തരാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ധൈര്യം കിട്ടി. അപ്പൊ അങ്ങനെ ഞങ്ങൾ തയ്ക്കാന്ന് വിചാരിച്ചു. വേണ്ടി പോയപ്പോ അവർ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു. ചിലവർക്ക് കളേഴ്സ് വ്യത്യാസം, അതുപോലെ ഡിസൈൻസ് ഒക്കെ ഓരോ വ്യത്യാസങ്ങൾ ഇങ്ങനെ ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞങ്ങൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ അനുസരിച്ച് എടുത്തിട്ടുണ്ട്. NSS അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ NA വിനീതയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. കനിവ് വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്കാണ് കുട്ടികൾ 20 അന്തേവാസികൾക്കാണ് കുട്ടികൾ മാക്സികൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ കുട്ടികൾക്ക് തയ്യൽ പരിശീലനം നൽകുവാനും അതിലൂടെ സാമൂഹ്യ സേവനം ചെയ്യുവാനും കുട്ടികളെ പ്രേരിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. പ്രോഗ്രാം ഓഫീസർ രേഷ്മ പടിക്കവളപ്പിൽ, പ്രിൻസിപ്പാൾ V. സ്മിത, ലാബ് അസിസ്റ്റന്റ് ലിജി തോമസ് എന്നിവരും സഹായത്തിനുണ്ട്. PTA, MPTA, SMC കമ്മിറ്റികളുടെ സഹകരണവും ഇവർക്ക് പ്രോത്സാഹനമാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും അതോടൊപ്പം സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനവുമാണ് NSS യൂണിറ്റ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. കനിവ് വൃദ്ധസദനത്തിലെ അന്തേവാസികളായ അമ്മമാർക്ക് വേണ്ടി മാക്സി കൊടുക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ്. അത് കുട്ടികൾ തന്നെ തയ്ച്ചു നൽകുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. നമ്മളുടെ കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക, നമ്മളുടെ NSS യൂണിറ്റിലൂടെ സ്വയം പര്യാപ്തരാക്കുകയും സാമൂഹ്യ സേവനം ഉറപ്പുവരുത്തുകയും എന്നതാണ് നമ്മളുടെ സ്കൂളിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മുമ്പ് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി NSS വിദ്യാർത്ഥികൾ ദേശീയ പതാക തയ്ച്ച് വിൽപ്പന നടത്തി ആ പണം കൊണ്ട് വൃദ്ധസദനത്തിലേക്ക് ഓണക്കോടി വാങ്ങി നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം അങ്കണവാടിയിലെ കുട്ടികൾക്ക് ജുബ്ബകൾ തയ്ച്ചു നൽകിയിരുന്നു. ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒട്ടേറെ ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളാണ് മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് നടത്തിയിട്ടുള്ളത്. ഈ ഓണം വൃദ്ധസദനത്തിലെ മുത്തശ്ശിമാരോടൊത്ത് ആഘോഷിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് NSS വിദ്യാർത്ഥികൾ. ഇരുവർക്കകളും തകരാറിലായ മുഹസിനയെ സഹായിക്കുന്നതിനായി GHSS കടവല്ലൂരിലെ NSS യൂണിറ്റ് സമാഹരിച്ച സഹായധനം കൈമാറി. PTA പ്രസിഡന്റ് VK മോഹനൻ,
പ്രിൻസിപ്പൽ KV വൃന്ദ, വളണ്ടിയർ ലീഡർ അനന്തകൃഷ്ണൻ തുടങ്ങിയവർ ചേർന്ന് കൈമാറി. മുഹസിന സഹായ സമിതി കൺവീനർ നിഷിൽ മോഹൻ, ചെയർമാൻ KV അരവിന്ദാക്ഷൻ എന്നിവർ ഏറ്റുവാങ്ങി. വളണ്ടിയർ റിനി മാത്യു സ്വാഗതവും ഇമ്മാനുവൽ നന്ദിയും പറഞ്ഞു. സ്റ്റാഫ് സെക്രട്ടറി S. സിമിൽ, അധ്യാപകരായ TP ഷീബ, സരിത ഗോപാൽ, കരിയർ ഗൈഡ് സബിത, KN ആര്യ തുടങ്ങിയവരും വളണ്ടിയർമാരും പരിപാടിയിൽ പങ്കെടുത്തു. കിരാലൂരിലെയും വേലൂരിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളും പാർട്ടി മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും വേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന PV അഷ്ടമൂർത്തിയുടെ 1ാം ചരമവാർഷിക അനുസ്മരണം നടത്തി. കിരാലൂർ ഈസ്റ്റ് വെസ്റ്റ് ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം P. മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വേലൂർ ലോക്കൽ കമ്മിറ്റി അംഗവും കിരാലൂർ വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറിയുമായ സന്തോഷ് വാറോട്ടിലിന്റെ അധ്യക്ഷതയിൽ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ അബിൽ ബേബി, വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുതിർന്ന പാർട്ടി അംഗം MK കൃഷ്ണൻ സ്വാഗതവും ഈസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി PS രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ചരമവാർഷികത്തിന്റെ ഭാഗമായി കാലത്ത് കിരാലൂരിൽ പ്രഭാതഭേരിയും പുഷ്പാർച്ചനയും നടത്തി. സന്തോഷ് വാറോട്ടിൽ പ്രകൃതി സംരക്ഷണ സംഘം കേരളത്തിന്റെ നേതൃത്വത്തിൽ ജൂലൈ 25 മുതൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഭൂമികയ്ക്ക് ഒരു തൈ പരിപാടിയുടെ വടക്കാഞ്ചേരി മേഖലാതല ഉദ്ഘാടനം വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ SHO UK ഷാജഹാൻ നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കോർഡിനേറ്റർ N. ഷാജി തോമസ് പദ്ധതി വിശദീകരണം നടത്തി. പദ്ധതിയുടെ ഭാഗമായുള്ള വൃക്ഷത്തെയും ബ്രോഷറും SHOയ്ക്ക് കൈമാറി. മേഖലാ കോർഡിനേറ്റർമാരായ സജി ആറ്റത്ര, റോബിൻ റാഫേൽ പതിയാരം തുടങ്ങിയവർ സംസാരിച്ചു. അറിയിപ്പ്: കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് ഓഗസ്റ്റ് 24-നകം പൂർത്തീകരിക്കേണ്ടതാണെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. നിശ്ചിത സമയത്തിനകം പൂർത്തീകരിക്കാത്തവർക്ക് പെൻഷൻ തടസ്സപ്പെടുമെന്നും ഇനിയും ചെയ്യാത്തവർ അടിയന്തരമായി മസ്റ്ററിംഗ് പൂർത്തീകരിക്കണമെന്നും സെക്രട്ടറി അറിയിച്ചു. കടങ്ങോട് പഞ്ചായത്ത് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് 21 വ്യാഴാഴ്ച രാവിലെ 10 മുതൽ 1 മണിവരെ പകർച്ചവ്യാധി പ്രതിരോധ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തും. ആറ്റത്ര നീലങ്കാവിൽ പരേതനായ തോമസ് ഭാര്യ ലിസി നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30-ന് ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. ബിന്ദു, സിന്ധു, സന്ധ്യ, ആൻഡു എന്നിവർ മക്കളാണ്. പഴഞ്ഞി അയ്യന്നൂർ AKG നഗറിൽ പാലയൂർ പറമ്പിൽ പരേതനായ താമി ഭാര്യ ചീരു നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 4-ന് അയ്യന്നൂർ ശാന്തിതീരം ക്രിമിറ്റോറിയത്തിൽ നടത്തും. മോഹനൻ, പരേതനായ ഗോപി, തിലകമണി, രംഗനാഥൻ എന്നിവർ മക്കളാണ്. മമിയൂർ പരേതനായ അറക്കൽ കുര്യാക്കുവിന്റെ മകൾ റോസ നിര്യാതയായി. 74 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 4-ന് ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.